നമുക്കിന്ന് 7ാം ക്ലാസ്സിന്റെ അർദ്ധവാർഷിക പരീക്ഷയുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, യേശു എങ്ങനെയാണ് തന്റെ ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവിനെ നൽകിയത്? ഓപ്ഷൻസ് നിങ്ങൾ വായിച്ചു നോക്കുക. അതിന്റെ ഉത്തരം മാത്രം നമുക്ക് പറഞ്ഞു മുന്നോട്ട് പോകാം. അവരുടെ മേൽ ഊതിയാണ് യേശു തന്റെ ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവിനെ നൽകിയത്. രണ്ടാമത്തെ ചോദ്യം, യെരുശലേമിൽ നിന്നും എമ്മാവൂസിലേക്കുള്ള ദൂരം എത്ര? 7 നാഴിക ദൂരമാണ് യെരുശലേമിൽ നിന്നും എമ്മാവൂസിലേക്ക് ഉള്ളത്. മൂന്നാമത്തെ ചോദ്യം, മാർ അപ്രേമിന്റെ മെമ്ര ഏത് നമസ്കാരത്തിൽ ഉപയോഗിക്കുന്ന പ്രാർത്ഥനയാണ്? സൂത്താറ നമസ്കാരത്തിൽ ഉപയോഗിക്കുന്ന പ്രാർത്ഥനയാണ് മാർ അപ്രേമിന്റെ മെമ്ര. നാലാമത്തെ ചോദ്യം, എഗ്ബോ എന്ന വാക്കിന്റെ അർത്ഥം എന്ത്? പടി എന്നാണ് എഗ്ബോ എന്ന വാക്കിന്റെ അർത്ഥം. അഞ്ചാമത്തെ ചോദ്യം, ക്രൈസ്തവ ഭവനങ്ങളിൽ പാണർ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ നടത്തിയിരുന്ന പ്രത്യേകതരം പാട്ട് തിരഞ്ഞെടുക്കുക. വീരടിയാൻ പാട്ട് അല്ലെങ്കിൽ പാണപ്പാട്ടാണ് ക്രൈസ്തവ ഭവനങ്ങളിൽ പാണർ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ നടത്തിയിരുന്ന പാട്ട്. ആറാമത്തെ ചോദ്യം, ഇളയ മക്രീന വലിയ മാർ ബസേലിയോസിന്റെ ആരാണ്? മൂത്ത സഹോദരിയാണ് ഇളയ മക്രീന. വലിയ മക്രീന ആരാന്നും കൂടെ ഓർത്തിരിക്കുക. വലിയമ്മ വലിയ മക്രീനയും മൂത്ത സഹോദരി ഇളയ മക്രീന എന്നുമാണ് അറിയപ്പെട്ടിരുന്നത്. ഏഴാമത്തെ ചോദ്യം, നീ എത്രത്തോളം ലഹരി പിടിച്ചിരിക്കും? നിന്റെ വീഞ്ഞിറങ്ങട്ടെ. ഇതാര് പറഞ്ഞതാണ്? ഏലി പുരോഹിതൻ പറഞ്ഞ വാക്കുകളാണ്, ഹന്നയോട് പറഞ്ഞതാണ് കേട്ടോ. എട്ടാമത്തെ ചോദ്യം, ഒന്നാമത്തെ ന്യായാധിപൻ ആര്? ഒത്നിയേലാണ് ഒന്നാമത്തെ ന്യായാധിപൻ. ഇനിയും 9ാമത്തെ ചോദ്യം മുതൽ പൂരിപ്പിക്കാനുള്ള ചോദ്യങ്ങളാണ്. 9ാമത്തെ ചോദ്യം, ഡാഷ് ഈന്തപ്പന പോലെ തളർക്കും. നീതിമാൻ അല്ലെങ്കിൽ നയമാൻ എന്ന് പറയല്ലേ, നയമാൻ പന പോലെ തളർത്തിടുമേ എന്ന ഗീതത്തിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. നീതിമാനാണ് ഈന്തപ്പന പോലെ തളർക്കുന്നത്. 10ാമത്തെ ചോദ്യം, ഡാഷ് കൽപ്പനകൾ വാങ്ങുന്നതിന് മുൻപും ഡാഷ് സ്വർഗത്തിലേക്ക് കരയേറുന്നതിന് മുൻപും ഉപവസിച്ചിരുന്നു. മോശ കൽപ്പനകൾ വാങ്ങുന്നതിന് മുൻപും ഏലിയാവ് സ്വർഗത്തിലേക്ക് കരയേറുന്നതിന് മുൻപും ഉപവസിച്ചിരുന്നു. മോശയും ഏലിയാവും ആണ് അതിന്റെ ഉത്തരം. 11ാമത്തെ ചോദ്യം, നിന്റെ ഡാഷ് അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണുകളെ തുറക്കേണമേ. നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണുകളെ തുറക്കേണമേ. മനപ്പാഠവാക്യങ്ങളൊക്കെ കാണാതെ പഠിക്കുക കേട്ടോ. 12ാമത്തെ ചോദ്യം, എന്റെ ഡാഷ് നിന്നോട് പറ്റിയിരിക്കുന്നു. നിന്റെ ഡാഷ് എന്നെ താങ്ങുന്നു. എന്റെ ഉള്ളം നിന്നോട് പറ്റിയിരിക്കുന്നു. നിന്റെ വലങ്കൈ എന്നെ താങ്ങുന്നു. ഇനി 13ാമത്തെ ചോദ്യം, ദൈവ സാന്നിധ്യത്തിന്റെ രഹസ്യാത്മകമായ സ്ഥാനത്തെയാണ് ഡാഷ് എന്ന പദം വിവക്ഷിക്കുന്നത്. ദൈവ സാന്നിധ്യത്തിന്റെ രഹസ്യാത്മകമായ സ്ഥാനത്തെയാണ് സ്വർഗം എന്ന പദം വിവക്ഷിക്കുന്നത്. ഇനിയും ഒരു വാക്കിലോ വാചകത്തിലോ ഉത്തരം എഴുതാനുള്ള ചോദ്യങ്ങളാണ്. 5 ചോദ്യങ്ങള്. വലിയ മാർ ബസേലിയോസ് ജനിച്ചതെന്ന് എവിടെ? AD 329 കൈസറിയയിലെ പൊന്തോസ് എന്ന സ്ഥലത്താണ് വലിയ മാർ ബസേലിയോസ് ജനിച്ചത്. 15ാമത്തെ ചോദ്യം, മാലാഖമാരിൽ മുഖ്യൻ ആര്? മാലാഖമാരിൽ മുഖ്യൻ ഗബ്രിയേലാണ് കേട്ടോ. 16ാമത്തെ ചോദ്യം, എമാവൂസിലേക്കുള്ള യാത്രയിൽ യേശു ഏത് വേദഭാഗത്തു നിന്നാണ് തന്നെക്കുറിച്ച് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തത്? യേശു പ്രവാചകന്മാരിൽ നിന്നും തിരുവെഴുത്തുകളിൽ നിന്നുമാണ് ക്രിസ്തുവിന്റെ കഷ്ടാനുഭവവും മഹത്വപ്രവേശനവും അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തത്. ഇനിയും 17ാമത്തെ ചോദ്യം, ശമൂവേൽ ബാലന്റെ മാതാപിതാക്കൾ ആരെല്ലാം? ഏൽക്കാനയും ഹന്നയുമായിരുന്നു ശമൂവേൽ ബാലന്റെ മാതാപിതാക്കൾ. 18ാമത്തെ ചോദ്യം, ഇബ്താഹിന്റെ നേർച്ച എന്തായിരുന്നു? അമോന്യരുമായിട്ട് യുദ്ധത്തിന് പോകുമ്പോഴായിരുന്നു ഇബ്താഹ് നേർച്ച നേർന്നത്. യുദ്ധം ജയിച്ച് സമാധാനത്തോടെ മടങ്ങിയെത്തിയാൽ തന്നെ എതിരേറ്റ് വരുന്നത് എന്തും യഹോവയ്ക്കുള്ളതാകും എന്നതായിരുന്നു ഇബ്താഹിന്റെ നേർച്ച. ഇനി 2ഓ 3ഓ വാചകത്തിൽ ഉത്തരം എഴുതാനുള്ള ചോദ്യങ്ങളാണ്. 19ാമത്തെ ചോദ്യം, പ്രൊമിയോൻ സെതറ പ്രാർത്ഥനകൾ ചൊല്ലുന്ന 3 അവസരങ്ങൾ എഴുതുക. എല്ലാ യാമ പ്രാർത്ഥനകളിലും കൂദാശകളിലും വിശുദ്ധ കുർബാനയുടെയും മധ്യേ പ്രൊമിയോൻ സെതറ പ്രാർത്ഥനകൾ ചൊല്ലുന്നു. ഇനിയും 20ാമത്തെ ചോദ്യം, വലിയ മാർ ബസേലിയോസിന്റെ സംഭാവനകൾ എഴുതുക. ഏതെങ്കിലും 2 എഴുതുക എന്നാണ് ചോദ്യത്തിലുള്ളത്. 1, ഏകാന്തവാസികളായ സന്യാസികളെ ഒരുമിച്ച് സമൂഹമാക്കി ആശ്രമങ്ങൾ സ്ഥാപിച്ചത് അദ്ദേഹത്തിന്റെ ഒരു സംഭാവനയാണ്. പിന്നീട് ഒന്ന് പറയാനുള്ളത്, അനാഥരെയും രോഗികളെയും അഗതികളെയും ഒക്കെ സംരക്ഷിക്കുവാനായിട്ട് ആശ്രമത്തോട് ചേർന്ന് പ്രത്യേകമായിട്ട് താമസ സൗകര്യങ്ങൾ ഒരുക്കി രോഗികളെ താമസിപ്പിച്ച് പരിചരിക്കുക എന്നർത്ഥത്തിലുള്ള ഹോസ്പിറ്റൽ ആരംഭിച്ചത് വലിയ മാർ ബസേലിയോസ് ആണ് എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു. 21ാമത്തെ ചോദ്യം, ശമൂവേലിന്റെ പ്രധാന പ്രവർത്തനങ്ങൾ എഴുതുക. അതും 2 കാര്യങ്ങൾ എഴുതുക. ഇസ്രയേലിന് വേണ്ടി യാഗം കഴിക്കുക, മധ്യസ്ഥത അണയ്ക്കുന്ന നേർച്ചകളെ അനുഗ്രഹിക്കുക, ജനങ്ങൾക്ക് സതുപദേശങ്ങൾ നൽകുക, ജനങ്ങൾ ഭയപ്പെടുന്ന അവസരങ്ങളിൽ അവർക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുക തുടങ്ങിയവയൊക്കെ ശമൂവേലിന്റെ പ്രവർത്തനങ്ങളാണ്.
ഇനിയും അടുത്ത ചോദ്യം 22ാമത്തെ ചോദ്യം. ന്യായാധിപന്മാരുടെ ഏതെങ്കിലും 2 ചുമതലകൾ എഴുതുക. നല്ല ഇടയന്മാരായി ദൈവജനത്തെ നയിക്കുക, ജനത്തിന് ന്യായപാലനം ചെയ്യുക, ശത്രുക്കളുടെ ഉപദ്രവത്തിൽ നിന്നും അപകടത്തിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കുക, പ്രശ്നങ്ങൾ നേരിട്ട സന്ദർഭങ്ങളിൽ പരിശുദ്ധാത്മ പ്രേരിതരായിട്ട് ജനങ്ങളെ സംരക്ഷിക്കുക. ഇവയൊക്കെ ന്യായാധിപന്മാരുടെ ചുമതലകളിൽ ഉൾപ്പെട്ടതാണ്. അതിലേതെങ്കിലും 2 എണ്ണമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. 23ാമത്തെ ചോദ്യം. കപ്പദോക്യൻ പിതാക്കന്മാർ ആരെല്ലാം? വലിയമാർ ബസേലിയോസ്, നിസായിലെ മാർ ഗ്രിഗോറിയോസ്, നാസിയാൻസിലെ മാർ ഗ്രിഗോറിയോസ്. ഇവർ 3 പേരുമാണ് കപ്പദോക്യൻ പിതാക്കന്മാരെന്ന് അറിയപ്പെടുന്നത്. 23ാമത്തെ ചോദ്യം. മലങ്കര സഭയുടെ മാർത്തോമൻ പാരമ്പര്യത്തിലേക്ക് വെളിച്ചം വീശുന്ന പ്രധാന വാമൊഴി പാരമ്പര്യങ്ങൾ ഏവ? മാർഗംകളിപ്പാട്ട്, റമ്പാൻ പാട്ട് അല്ലെങ്കിൽ തോമാപർവം, വീരടിയാൻ പാട്ട് അല്ലെങ്കിൽ പാണപ്പാട്ട്. ഇവയാണ് മലങ്കര സഭയുടെ മാർത്തോമൻ പാരമ്പര്യത്തിലേക്ക് വെളിച്ചം വീശുന്ന പ്രധാന വാമൊഴി പാരമ്പര്യങ്ങൾ. 24 25 പ്രാർത്ഥനയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. 24 മാർ അപ്രേമിന്റെ മെമ്മറ എഴുതാനുള്ള ചോദ്യമാണ്. കർത്താവെ കൃപ ചെയ്യണമേ എന്നുള്ള ഭാഗം മുതൽ തീണ്ടുകയും ചെയ്യരുതേ ഞാൻ എന്ന ഭാഗം വരെ. കർത്താവെ കൃപ ചെയ്യണമേ കൈക്കൊണ്ടടിയാരുടെ കർമ്മം പൊറുതി അയച്ചെരളണമേ നിൻ അറിയുന്നലിവും അനുഗ്രഹവും നിദ്ര വെടിഞ്ഞിട്ടുണർവൊടു ഞാൻ നിൻമുൻ നിൽക്കാറാകണമേ വീണ്ടും ഉറങ്ങുമതിൽ പാപം തീണ്ടുകയും ചെയ്യരുതേ ഞാൻ. മാർ അപ്രേമിന്റെ മെമ്മറ കർത്താവെ കൃപ ചെയ്യണമേ ഞങ്ങൾക്കുള്ള കർത്താവെ, അത് മുഴുവനും കാണാതെ പഠിക്കേണ്ടതാണ്. നമ്മൾ വീട്ടിൽ ചൊല്ലുന്ന ഗീതമാണ്. അപ്പോൾ അത് പൂർണ്ണമായിട്ട് പഠിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. 25ാമത്തെ ചോദ്യം. മഹോന്നതന്റെ മറവിലിരിക്കുന്നവനായ കർത്താവെ എന്ന പ്രാർത്ഥന ഏത് സങ്കീർത്തന ഭാഗത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഈ പ്രാർത്ഥനയുടെ രചയിതാവാര്? ഏത് നമസ്കാരത്തിലാണ് ഈ പ്രാർത്ഥന ചൊല്ലുന്നത്? 3 ചോദ്യങ്ങളാണ് ഒറ്റ ചോദ്യത്തിലുള്ളത്. ഒന്ന്, മഹോന്നതന്റെ മറവിലിരിക്കുന്ന പ്രാർത്ഥന ഏത് സങ്കീർത്തന ഭാഗത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നു? 91ാം സങ്കീർത്തനമായിട്ട് ബന്ധപ്പെട്ട പ്രാർത്ഥനയാണിത്. ഈ പ്രാർത്ഥനയുടെ രചയിതാവാര്? മാർ സേവേറിയോസ് ആണ് ഈ പ്രാർത്ഥന രചിച്ചിരിക്കുന്നത്. ഏത് നമസ്കാരത്തിലാണ് ഈ പ്രാർത്ഥന ചൊല്ലുന്നത്? സൂത്താറ നമസ്കാരത്തിലാണ് ഈ പ്രാർത്ഥന ചൊല്ലുന്നത്. 26 27 ചോദ്യങ്ങൾ ഗീതവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. 26 ഗീതം എഴുതാനാണ്. പാവന നിബിമാരെ രാജസുദാസ്ലീഹന്മാരെ. എല്ലാവർക്കും അറിയാം അല്ലെ? അതിന്റെ 2 സ്റ്റാൻസയും എഴുതണം. പാവന നീബിമാരെ രാജസുദാസ്ലീഹന്മാരെ അഭ്യർത്ഥിപ്പിൻ ഭുവനാക്ഷേമാർത്ഥം സമരം മായട്ടെ കലഹം ശമമാർന്നീടട്ടെ സഭയും സുതരും സ്തുതി പാടിയിടട്ടെ ബാറയ്ക്കുമോർ നിർമ്മല നീബി സ്ലീഹ സഹദേന്മാരെ നിങ്ങളുടെ മകുടം വാനിൽ ഭക്തജനം ഭൂവിൽ മഷിഹാതൻ സഭയിൽ ശക്തി വളർത്തിയ നിങ്ങളുടെ സ്മൃതി മാനിച്ചോ നിങ്ങും ധന്യൻ തൻ മുറിയോറാഹേൻ മേലേനോ ആധാറേൻ. ഇത്രയുമാണ് ഗീതം എഴുതേണ്ടത്. ദൈവമാതാവിന്റെയും പരിശുദ്ധന്മാരുടെയും കുക്കുരിയോനുകളിലെ പുസ്തകത്തിലുള്ള എല്ലാ ഗീതങ്ങളും നിങ്ങൾ പഠിച്ചു വെക്കുക. 27ാമത്തെ ചോദ്യം. ദൈവമാതാവിന്റെ കുക്കുലിയോനിലെ സങ്കീർത്തന ഭാഗം ഏത് ഗീതമാണ്? അതിന്റെ വേദപുസ്തക റഫറൻസ് എഴുതുക. ദൈവമാതാവിന്റെ കുക്കുരിയോനിലെ സങ്കീർത്തന ഭാഗം നിന്നാൾ സ്തുതിയോടു രാജമകൾ ഹാലേ ലൂയോ ഹാലേ ലൂയ നിൻവലമായി രാജഭാമിനിയും. ഇത്രയാണ് ചോദിച്ചിരിക്കുന്ന 2 വരിയാണ്. എത്രയാണ് ചോദിച്ചിരിക്കുന്നത് അത്ര എഴുതുക. ഇനി വേദപുസ്തക റെഫറൻസ് എന്ന് പറയുന്നത് 45ാം സങ്കീർത്തനം 9, 10, 11 വാക്യങ്ങളാണ് ഈ ഗീതത്തിന് ആസ്പദമായത്. അപ്പൊ അതാണ് അതിന്റെ വേദപുസ്തക റെഫറൻസ്. ഇനി ഒരു പേജിൽ കവിയാത ഉത്തരം എഴുതാനുള്ള ചോദ്യമാണ്. 5 മാർക്ക് വീതമുള്ള ചോദ്യങ്ങളാണ് 2 ചോദ്യങ്ങൾ. 28ാമത്തെ ചോദ്യം. കാനോനിക നോമ്പുകൾ എത്ര, ഏതെല്ലാം വിവരിക്കുക. കാനോനിക നോമ്പുകൾ 5 എണ്ണാണുള്ളത്. അവ 3 നോമ്പ്, 50 നോമ്പ് അല്ലെ വലിയ നോമ്പ്, പിന്നീട് സ്ലേഹ നോമ്പ് അല്ലെങ്കിൽ 13 നോമ്പ്, പിന്നെ ശൂനോയോ നോമ്പ് അല്ലെങ്കിൽ 15 നോമ്പ്, അവസാനം എൽദോ നോമ്പ് അല്ലെങ്കിൽ 25 നോമ്പ്. ഓരോ നോമ്പുകളുടെയും ഡേറ്റുകൾ, അതിലെ ഡേറ്റുകൾ കൃത്യമായിട്ട് ക്രമീകരിക്കപ്പെടാത്ത നോമ്പുകളുണ്ട്. വലിയ നോമ്പും 3 നോമ്പും ബാക്കിയുള്ള നോമ്പുകളുടെ ഡേറ്റ് കൃത്യമായിട്ട് എഴുതുക. അതിനെക്കുറിച്ച് ഒരു ചെറിയ ഡിസ്ക്രിപ്ഷനും കൊടുത്ത് എഴുതുവാനായിട്ട് ശ്രദ്ധിക്കുക. 29ാമത്തെ ചോദ്യം. ഹൂസോയോ എന്ന പദത്തിന്റെ അർത്ഥം എന്ത്? ആരാധനാ വേളയിൽ നാം നിൽക്കുന്ന സ്ഥലത്തിന്റെ 4 പ്രത്യേകതകൾ എന്തെല്ലാം? ഹൂസോയോ എന്ന പദത്തിന്റെ അർത്ഥം പാപപരിഹാര പ്രാർത്ഥന എന്നാണ്. ആരാധനാ വേളയിൽ നാം നിൽക്കുന്ന സ്ഥലത്തിന്റെ 4 പ്രത്യേകതകൾ റൊമിയോൻ സെതറ ആരംഭിക്കുന്ന സമയത്ത് ശുശ്രൂഷക്കാരൻ വിളിച്ചു പറയുന്നുണ്ട്. അതാണ് എഴുതേണ്ടത്. അനുഗ്രഹിക്കുന്നവനായ കർത്താവിന്റെ മുൻപാകെ, പാപപരിഹാരം നൽകുന്ന ബലിപീഠത്തിന്റെ മുൻപാകെ, ദിവ്യവും സ്വർഗീയവുമായ രഹസ്യങ്ങളുടെ മുൻപാകെ, ആരാധിക്കപ്പെടേണ്ട പൗരോഹിത്യത്തിന്റെ സാന്നിധ്യത്തിൽ. ഈ 4 പ്രത്യേകതകളുള്ള സ്ഥലത്താണ് നമ്മൾ ആരാധനാ വേളയിൽ നിൽക്കുന്നത്.
ഇതാണ് ഇതിൻ്റെ ഉത്തരം. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഈ ഒരു ചോദ്യപേപ്പറിൽ നമ്മൾ ഉൾപ്പെടുത്തിയത്. നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ബേസ് ചെയ്തുകൊണ്ട് കൂടുതൽ ക്വസ്റ്റ്യൻസ് പഠിക്കുക. ഏതൊക്കെ ആയിരിക്കാം എസ്സേക്ക് ഉണ്ടാവുക എന്നുള്ളൊരു ബോധ്യത്തോടെ പുസ്തകത്തിൽ നിന്ന് കൊടുത്തിരിക്കുന്ന പാഠഭാഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ക്വസ്റ്റ്യൻ തന്നെ കണ്ടെത്തുവാനായിട്ട് ശ്രമിക്കുക. നന്നായി പരീക്ഷ എഴുതുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ. എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക് യു.